ഹലോ, നമ്മളുടെ ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ട്രാൻസിസ്റ്ററിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനാണ് ആംപ്ലിഫിക്കേഷൻ. ആംപ്ലിഫയർ എന്താണെന്ന് പറയാം. ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഒരു സിഗ്നലിനെ മാഗ്നിറ്റ്യൂഡ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ആംപ്ലിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ആംപ്ലിഫയർ. അതായത് ഡെഫിനിഷൻ പോലെ പറയണമെങ്കിൽ an amplifier is an electronic circuit which is used to increase the magnitude of a signal applied to its input. സിഗ്നൽ എന്ന് പറയുന്നത് കറണ്ട് ആകാം, വോൾട്ടേജ് ആകാം, പവർ ആകാം. അതിനനുസരിച്ച് നമ്മൾ ആംപ്ലിഫയറിനെ എന്തായിട്ട് വിളിക്കും? കറണ്ട് ആംപ്ലിഫയർ എന്നോ വോൾട്ടേജ് ആംപ്ലിഫയർ എന്നോ പവർ ആംപ്ലിഫയർ എന്നോ എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ പ്രധാനമായിട്ട് നമ്മളിത് കാണുന്നത് ആംപ്ലിഫയർ എന്ന് തന്നെ നമ്മൾ സാധാരണ പറയുന്നത് ഇതിനകത്താണ്, ലൗഡ് സ്പീക്കറിനകത്താണ്. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഐഡിയലായിട്ടൊരു ആംപ്ലിഫയർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് സിഗ്നൽ ഉണ്ടാവും. ആ ഒരു ആംപ്ലിഫയർ ആംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴേക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കുറച്ച് വലിയൊരു സിഗ്നൽ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പം ഗെയിൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ടാണ്. ഈ ഗെയിൻ തന്നെ നമുക്ക് 3 രീതിയിൽ എഴുതാം. നമ്മൾ പറഞ്ഞു 3 തരം ആംപ്ലിഫയർ ഉണ്ടായിരുന്നു. അപ്പം അതിനനുസരിച്ച് നമുക്ക് 3 രീതിയിൽ ഗെയിൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. വോൾട്ടേജ് ഗെയിൻ ആകാം, കറണ്ട് ഗെയിൻ ആകാം, അല്ലെങ്കിൽ പവർ ഗെയിനും ആകാം. നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് വോൾട്ടേജ് ഗെയിൻ ആണ്. അതെന്താണെന്നുള്ളത് കുറച്ചൊന്ന് കഴിയുമ്പോഴേക്ക് വിശദമായിട്ട് പറയാനുണ്ട്. ഇനി നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നത് കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് ഇവിടെ വരച്ചിട്ടുണ്ട് ഞാൻ. സർക്യൂട്ട് ഒന്ന് കണ്ടോ? അതാണ് സർക്യൂട്ട്. സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? കോമൺ എമിറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഇൻപുട്ട് കൊടുക്കുന്നത് എമിറ്ററിൻ്റെയും ബേസിൻ്റെയും ഇടയ്ക്കാണ്. ഔട്ട്പുട്ട് എടുക്കുന്നത് എമിറ്ററിൻ്റെയും കളക്ടറിൻ്റെയും ഇടയ്ക്കാണ്. ഓക്കെ, അതിനകത്ത് കുറച്ച് നിങ്ങൾ നേരത്തെ ചെയ്ത പോലെയല്ല, കുറച്ചും കൂടെ വിശദമായിട്ടുണ്ട്. അതായത് കുറച്ചും കൂടെ റെസിസ്റ്റൻസുകൾ വെക്കുന്നുണ്ട്, അതേപോലെ കുറച്ച് കപ്പാസിറ്ററുകളൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതെന്തിനാണെന്നുള്ളത് വിശദമായിട്ട് പറയാം. ഈ സിഗ്നൽ വരച്ചേക്കുന്നത് ഇത് തിരിച്ച് ഇങ്ങനെ തന്നെ വരയ്ക്കണം. അതായത് ഇൻപുട്ട് സിഗ്നൽ മുകളിലേക്കാണെങ്കിൽ, അതായത് ആദ്യം ഇൻക്രീസ് ചെയ്തിട്ട് പിന്നെ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഔട്ട്പുട്ട് സിഗ്നൽ തിരിച്ച് തന്നെ വരയ്ക്കണം. അതിനൊരു കാര്യവും കൂടി ഉണ്ട് കേട്ടോ. അതായത് ഈ ടൈപ്പ് ഓഫ് ആംപ്ലിഫയറിനകത്ത്, അതായത് ഈ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഈ സർക്യൂട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിനകത്ത് ഔട്ട്പുട്ട് വരുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും. ഇങ്ങനെ തിരിച്ചല്ലാതെ ഔട്ട്പുട്ട് വരുന്ന ആംപ്ലിഫയേഴ്സ് വേറെ ഉണ്ട്. നമ്മൾ അതല്ല ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ബയാസിങ് കൊടുക്കാനായിട്ട് ആംപ്ലിഫയറിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബയാസിങ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു ട്രാൻസിസ്റ്റർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബയാസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യണം? ആ ബയാസ് നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കണം. അപ്പോൾ ആ പ്രോപ്പറായിട്ട് ബയാസ് കൊടുക്കാനായിട്ടാണ് നമ്മൾ R1 R2 എന്നുള്ള റെസിസ്റ്റൻസുകൾ ഉപയോഗിക്കുന്നത്. ബയാസിങ് പ്രോപ്പറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആ വോൾട്ടേജ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് എന്നാണ് ഈ പ്രത്യേക സർക്യൂട്ടിനെ പറയുന്നത്. അത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ബേസ് എമിറ്റർ ജംഗ്ഷൻ ഈസ് ഓൾവേസ് ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ബേസ് കളക്ടർ ജംഗ്ഷൻ ഈസ് ഓൾവേസ് റിവേഴ്സ് ബയാസ്ഡ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞാണ്, അങ്ങനെയാണ് നമുക്ക് ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യേണ്ടത്. പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ പ്രോപ്പറായിട്ട് ബയാസ് കൊടുക്കണം. അപ്പം എന്ത് സംഭവിച്ചാലും ശരി, എന്ത് ചെയ്യണം? ഈ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡും ആയിരിക്കണം, ബേസ് കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡും ആയിരിക്കണം. അത് എൻഷുർ ചെയ്യാനായിട്ടാണ് R1 R2 എന്നുള്ള റെസിസ്റ്റൻസ് വെച്ചിട്ട് അത് കൊടുക്കുന്നത്. ബേസ് ബയാസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് സ്റ്റഡി വോൾട്ടേജിൽ നിലനിർത്തണം. എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് ആംപ്ലിഫിക്കേഷൻ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ സിഗ്നൽ ഡിസ്റ്റോർട്ടഡ് ആയി പോകും. ഇനി കപ്പാസിറ്റർ 2 കൊടുക്കുന്നുണ്ട്. C1 എന്നും C2 എന്നുള്ള കപ്പാസിറ്റർ കൊടുക്കുന്നുണ്ട്. C1 C2 എന്ന് 2 കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. ഈ 2 കപ്പാസിറ്ററിനെ നമ്മൾ വിളിക്കുന്നത് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ആണ്. അവ എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ടിനകത്തും AC സിഗ്നൽ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഔട്ട്പുട്ട് ആണെങ്കിലും എന്താണ് AC തന്നെയാണ് വേണ്ടത്. പക്ഷേ അതും നമ്മുടെ ബയാസ് എന്ന് പറയുന്നത് എന്താണ്? ബയാസ് നമ്മൾ DC ആണ് കൊടുക്കുന്നത്. അപ്പം ഈ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലും ബയാസിന് വേണ്ടി കൊടുക്കുന്നതും തമ്മിലുള്ള ഒരു ഇൻ്റർഫറൻസ് ഉണ്ടാകരുത്. അപ്പോൾ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ഉപയോഗിക്കുന്നത് AC സിഗ്നലിനെ DC ബയാസിങ് വോൾട്ടേജിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് C1 ഉം C2 ഉപയോഗിക്കുന്നത്.
ഇനി വേറെയും കപ്പാസിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. കപ്പാസിറ്റർ CE എന്ന് പറയുന്നത് എമിറ്റർ റെസിസ്റ്ററിന് പാരലലായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് സച്ച് ദാറ്റ് എന്താണ് RE കൂടെ ഒരു AC-യും പോകുന്നില്ല. കപ്പാസിറ്റർ എല്ലാ കപ്പാസിറ്ററും നമ്മൾ ഫിൽറ്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് REക്ക് പാരലലായിട്ട് CE വെച്ചിട്ടുണ്ട് സോ ദാറ്റ് AC കമ്പോണൻറ്റ് ഒന്നും ഇതുവഴി പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി എൻ്റെ വർക്കിംഗ് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് സിഗ്നലൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് എന്താണ് പ്രോപ്പറായിട്ടുള്ള ബയാസ് കൊടുക്കണം. എന്നിട്ട് ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുകയാണ് എങ്കിൽ എന്ത് പറ്റും, ആ ബേസ് എമിറ്റർ വോൾട്ടേജിനെ അത് മാറ്റും. കാരണം എന്താണ്, ഇൻപുട്ട് ഒരു സിഗ്നൽ കൊടുക്കുന്നുണ്ട്, അതും വോൾട്ടേജാണ് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ആ ബയാസ് വോൾട്ടേജിനെ കുറച്ചൊന്ന് മാറ്റുന്നുണ്ട്. എന്നാലും വോൾട്ടേജ് വേരിയേ ചെയ്യുന്നുള്ളൂ, ബയാസ് പ്രോപ്പറായിട്ട് തന്നെ ഇരിക്കണം. ബയാസ് മാറ്റാനും മാത്രം വലിയ സിഗ്നൽ നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. പ്രോപ്പറായിട്ട് ബയസ് ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ എന്താണ്, ബേസ് എമിറ്റർ വോൾട്ടേജിൻ്റെ വാല്യൂ കുറച്ചൊന്ന് മാറും. ബയസ് കറക്റ്റ് തന്നെയാണ്, ഫോർവേഡ് ബയാസിൽ ഇരിക്കേണ്ട കാര്യം ഫോർവേഡ് ബയസിൽ തന്നെയാണ് ഇരിക്കുന്നത്. എത്രയാണ് അവിടുത്തെ വോൾട്ടേജ് എന്നുള്ളത് അത് മാത്രമാണ് നമ്മൾ ആംപ്ലിഫയറിൽ മാറ്റുന്നത്. അപ്പോൾ എന്താണ്, ബേസ് എമിറ്റർ വോൾട്ടേജ് മാറി ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുമ്പോഴേക്കും അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, വോൾട്ടേജ് മാറുമ്പോൾ ആ ബേസ് കറൻറ്റും മാറുന്നുണ്ട്. ബേസ് കറൻറ്റ് മാറുമ്പോഴേക്കും അതുകൊണ്ട് എമിറ്റർ കറൻറ്റും മാറും, കളക്ടർ കറൻറ്റും മാറും. റൈറ്റ്, നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിക് പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞതാണ് എന്താണ്, എമിറ്റർ കറൻറ്റ് എന്ന് പറയുന്നത് ബേസ് കറൻറ്റിൻ്റെയും കളക്ടർ കറൻറ്റിൻ്റെയും സമ്മാണ്. അപ്പം ബേസ് കറൻറ്റ് മാറുമ്പോഴേക്കും മറ്റു രണ്ടും മാറിയേ പറ്റുള്ളൂ. ഇനി കളക്ടർ റെസിസ്റ്റൻസ് വളരെ വളരെ ലാർജായിട്ടാണ് നമ്മൾ വെക്കാറ്. ആക്ച്വലി ഇതിൻ്റെ ഓരോ റെസിസ്റ്റൻസും എത്ര റെസിസ്റ്റൻസ് ഉപയോഗിക്കണം എന്നൊക്കെ ഡിസൈൻ ചെയ്തെടുക്കുന്നതിന് ഒരു നല്ല പണിയാണ് കേട്ടോ. അതായത് അതാണ് ആംപ്ലിഫിക്കേഷൻ, അതായത് ആംപ്ലിഫയറിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുമ്പോഴേക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എത്ര റെസിസ്റ്റൻസ് എവിടെയാണ് വെക്കേണ്ടത് എന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ കളക്ടർ റെസിസ്റ്റൻസ് വലുതാക്കിയാണ് വെക്കുന്നത്. അതിന് കാര്യമുണ്ട്, കാരണം എന്താണ്, നമുക്ക് ആംപ്ലിഫിക്കേഷനാണ് കാണേണ്ടത്. അപ്പോൾ കളക്ടർ റെസിസ്റ്റൻസ് വലുതാക്കി വെച്ചാലാണ് ആംപ്ലിഫിക്കേഷൻ കാണാൻ പറ്റുക. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുതലാണ് വെക്കുക. അപ്പോൾ കറണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു, വോൾട്ടേജ് അതിനനുസരിച്ച് കൂടും. അതിൻ്റെ ഇക്വേഷൻ ഞാൻ കാണിച്ചു തരാം. ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ഇക്വേഷൻ എന്താണ്, VCC എന്ന് പറയുന്നത് VCEയുടെയും പ്ലസ് IC RC. IC എന്ന് പറയുന്നത് കളക്ടർ കറൻ്റ് ആണ്, RC എന്ന് പറയുന്നത് കളക്ടറിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, VCC എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. കാരണം എന്താണ്, VCC എന്ന് പറയുന്നത് നമ്മൾ ബയസിന് വേണ്ടി അപ്ലൈ ചെയ്തേക്കുന്ന വോൾട്ടേജ് ആണ്, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മൾ വെക്കുകയുള്ളൂ. IC മാറുന്നു. IC എങ്ങനെയാണ് മാറുന്നത്, ആദ്യം നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ബേസ് എമിറ്റർ വോൾട്ടേജ് മാറ്റുന്നു, അതുകൊണ്ട് ബേസിൻ്റെ കറൻറ്റ് മാറുന്നു. ബേസ് കറൻറ്റ് മാറുമ്പോൾ IC മാറുന്നു. IC മാറുമ്പോഴേക്കും ഈ RC എന്ന് പറയുന്ന ഒരു വലിയ വാല്യൂ ആണ്. അപ്പോൾ IC RC എന്ന് പറയുന്നത് വലിയൊരു വാല്യൂ ആയിട്ട് മാറുന്നു. ICയിൽ ഒരു ചെറിയ ചേഞ്ച് സംഭവിച്ചാലും RC വലുതായതുകൊണ്ട് IC RCയുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ലാർജ് ആയിരിക്കും. ഇനി നമ്മുടെ VCC കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തുക വേണം. അപ്പോൾ എങ്ങനെ VCC കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്താൻ പറ്റുള്ളൂ, രണ്ടാമത്തെ ടേം മാറുന്നുണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയും വേണം. അപ്പോൾ എന്ത് ചെയ്യണം, റൈറ്റ് ഹാൻഡ് സൈഡിൽ ആദ്യത്തെ ടേം അതിനനുസരിച്ച് മാറിയേ പറ്റുള്ളൂ. ഇത് എത്രമാത്രം കൂടുന്നോ അത്രമാത്രം VCE കുറഞ്ഞേ പറ്റുള്ളൂ, എന്നാലല്ലേ VCC കോൺസ്റ്റൻ്റ് ആവുള്ളൂ. അത് തന്നെ ട്രാൻസിസ്റ്ററിൽ നടക്കുന്നത്. അപ്പോൾ VCC കോൺസ്റ്റൻ്റ് ആവേണ്ടത് കൊണ്ട് ദർ വിൽ ബി ഹ്യൂജ് ചേഞ്ച് ഇൻ VCE കറസ്പോണ്ടിങ് ടു IC RC മാറുന്നതിനനുസരിച്ച് VCE അഡ്ജസ്റ്റ് ചെയ്ത് VCCയെ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുന്നു. ഇതാണ് നിങ്ങൾ ഓർക്കാനുള്ള കാര്യം. എന്നിട്ട് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് കളക്ടറിൻ്റെയും എമിറ്ററിൻ്റെയും ഇടയ്ക്കുള്ള വോൾട്ടേജ് ആണ്. അപ്പം അതാണല്ലോ VCE എന്ന് പറയുന്നത്. അതായത് ഇൻപുട്ട് മാറുന്നതിനനുസരിച്ച് ഔട്ട്പുട്ടിൽ വളരെ വലിയ മാറ്റമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആംപ്ലിഫൈഡ് ആണ്, പക്ഷേ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് ദ ഇൻപുട്ടാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്നും കൂടി വിശദമായിട്ട് പറയാം. അതായത് നമ്മൾ സപ്പോസ് നമ്മൾ എന്താണ് ഇൻപുട്ട് സിഗ്നൽ
കൂടുകയാണെന്ന് വിചാരിക്കാം. ഇൻപുട്ട് സിഗ്നൽ കൂടുകയാണെങ്കിൽ അതുകൊണ്ട് IB കൂടും. IB കൂടുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് IEയും ICയും കൂടും. IC കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ലാർജ് ഇൻക്രീസ് ഇൻ ICRC കൂടുന്നുണ്ട്. ഹൗവർ VCC കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. VCC കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റൂ? VCE കുറഞ്ഞേ പറ്റുള്ളൂ. എത്രമാത്രം കുറയണം? ICRC എത്ര കൂടുന്നു അത്ര കണ്ട് VCE കുറയണം. അതായത് ഇൻപുട്ട് സിഗ്നലിൽ ഇൻക്രീസ് എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ ഔട്ട്പുട്ട് സിഗ്നലാണ്. അതുകൊണ്ടാണ് അതിനെ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ പടത്തിനകത്ത് നമ്മൾ അങ്ങനെ തന്നെയാണ് കാണിച്ചിരുന്നത്. അതായത് ഈ കോമൺ എമിറ്റർ ആംപ്ലിഫയറിനകത്ത് ഈ സർക്യൂട്ടിനകത്ത് ഇൻപുട്ട് കൂടുമ്പം ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും ഔട്ട്പുട്ട് കുറയുകയാണ് ചെയ്യുക. ഇനി ഇൻപുട്ട് കുറയുമ്പം ഔട്ട്പുട്ട് കൂടുകയാണ് ചെയ്യുക. അതായത് ഇവിടെ എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ സൈൻ നേരെ തിരിക്കണം. അതാണ് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയുന്നത്. അതേപോലെ ആംപ്ലിഫൈഡ് ആണ്. അതായത് മാഗ്നിറ്റ്യൂഡ് കൂടുന്നു, അതേപോലെ സൈൻ റിവേഴ്സ് ആണ്. അതാണ് കോമൺ എമിറ്റർ ആംപ്ലിഫയറിൽ നടക്കുന്നത്. ഇനി ഇതിൻ്റെ പാരാമീറ്റേഴ്സ് നോക്കാം. വോൾട്ടേജ് ഗെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് എപ്പോഴും ഗെയിൻ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ആയിരിക്കും. ഇവിടെ വോൾട്ടേജ് ഗെയിൻ ആണ്, അതുകൊണ്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഇൻപുട്ട്. അപ്പോൾ അതിന് ഡെഫിനിഷൻ പോലെ പറയണമെങ്കിൽ എന്ത് പറയണം? റേഷ്യോ ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ദ ഇൻപുട്ട് വോൾട്ടേജ് ആണ് നമ്മളുടെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത്. ഇത് കൂടിയിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. കാരണം നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആംപ്ലിഫൈ ചെയ്യാനാണ്. അപ്പം ഗെയിൻ കൂടിയിരിക്കുമ്പോഴാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടിയിരിക്കുക. അപ്പം ഗെയിൻ മാക്സിമം ഉള്ളതാണ് നമുക്ക് നല്ലത്. വേറൊരു പാരാമീറ്റർ ട്രാൻസിസ്റ്ററിൻ്റെ ആംപ്ലിഫയറിൻ്റെ പറയാനായിട്ട് ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് എന്നാണ് പറയുക. X ആക്സിസിൽ ഫ്രീക്വൻസി വരയ്ക്കുന്നു, Y ആക്സിസിൽ ഗെയിൻ വരയ്ക്കുന്നു. വോൾട്ടേജ് ഗെയിനാണ് വരച്ചേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യമാണ് ഈ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ല, അത് ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് ആണ്. എന്തിൻ്റെ ഫ്രീക്വൻസി? ഇൻപുട്ട് സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്താണ് ആംപ്ലിഫയറിൻ്റെ വോൾട്ടേജ് ഗെയിൻ വരുന്നത്. അതായത് തീരെ ചെറിയ ഫ്രീക്വൻസി ആണ് എങ്കിൽ ഫ്രീക്വൻസി കൂടുന്തോറും വോൾട്ടേജ് ഗെയിന് കൂടും. അങ്ങനെ കൂടി ഒരു ഫ്രീക്വൻസി എത്തിക്കഴിയുമ്പോഴേക്കും പിന്നെ വോൾട്ടേജ് ഗെയിൻ കൂടില്ല. പിന്നെ കുറച്ചേറെ റേഞ്ചിന് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. പിന്നെ വളരെ ഹൈ ഫ്രീക്വൻസി ആയി കഴിയുമ്പോഴേക്കും പിന്നെ ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ വീണ്ടും ഗെയിൻ കുറഞ്ഞ് നമുക്ക് ഗെയിൻ ഓൾമോസ്റ്റ് 0 ആയിട്ട് വരും. അപ്പം നമുക്ക് ഏത് റേഞ്ചിലായിരിക്കും നമ്മുടെ ആംപ്ലിഫയർ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ടതല്ലേ. അതായത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു പാട്ട് പാടുമ്പോഴേക്കും പല ഫ്രീക്വൻസി ഉള്ള ശബ്ദമാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് എന്താ വേണ്ടത്? ഏത് ഫ്രീക്വൻസി ഉള്ള ശബ്ദമാണെങ്കിലും അത് സെയിം എമൗണ്ടിന് വേണം നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് വരാൻ. അല്ലാതെ ലോ പിച്ചിലുള്ളത് കുറച്ച് ആംപ്ലിഫൈ ചെയ്തും ഹൈ പിച്ചിലുള്ളത് കൂടുതൽ ആംപ്ലിഫൈ ചെയ്തും വരുന്നത് നമുക്ക് സ്വീകാര്യമായ കാര്യമാണ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ആംപ്ലിഫയർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏത് റേഞ്ചിലായിരിക്കും? ഈ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് നോക്കിയിട്ട് ഏത് റേഞ്ചിലാണോ ഏകദേശം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഫ്രീക്വൻസി, ആ റേഞ്ചിലേ നമ്മളുടെ ആംപ്ലിഫയർ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ ഡിസ്ക്രിപ്ഷനായിട്ടും പറഞ്ഞിരിക്കുന്നത്. വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ഒന്നുമല്ല, ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യും. ആ റിലേഷനാണ്, അതായത് വോൾട്ടേജ് ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയറും ഫ്രീക്വൻസി ഓഫ് ദ ഇൻപുട്ട് സിഗ്നലും തമ്മിലുള്ള റിലേഷനാണ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഇതൊരു കർവാണ്. As the frequency of input signal increases, voltage gain also increases. For intermediate values of frequency, voltage gain is almost a constant. For very large values of frequency, voltage gain decreases. അങ്ങനെയാണെങ്കിൽ നമുക്ക് കട്ട് ഓഫ് ഫ്രീക്വൻസി എന്താണെന്ന് നോക്കണം. കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ പ്രശ്നം ഇല്ലാതാവുന്ന ഫ്രീക്വൻസീസ് ആണ് കട്ട് ഓഫ് ഫ്രീക്വൻസീസ്. അതായത് frequencies at which the voltage gain becomes 1 by square root of 2 times the maximum value of voltage gain are called cut-off frequency. The diagram വെച്ച് പറഞ്ഞുതരാം. അതായത്
മാക്സിമം വാല്യൂ ഓഫ് ഗെയിൻ എത്രയാണെന്ന് നോക്കി. സപ്പോസ് അതൊരു 1 യൂണിറ്റ് ആണെന്ന് വിചാരിക്കാം. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണോ വാല്യൂ കിട്ടുന്നത് അത്രയും വാല്യൂ ഏത് ഫ്രീക്വൻസിയിലൊക്കെയാണോ വരുന്നത് അതിനെയാണ് നമ്മൾ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. 2 കട്ട് ഓഫ് ഫ്രീക്വൻസി ഉണ്ട്. ഒന്ന് ലോവർ കട്ട് ഓഫ് ഉണ്ട്, വേറൊന്ന് ഹയർ കട്ട് ഓഫ് ഉണ്ട്. അപ്പോൾ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ ഇടയ്ക്ക് എന്തായിരിക്കും? ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും നമ്മളുടെ ഗെയിൻ എന്ന് പറയും. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആൻഡ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? gives the frequency range over which the voltage gain of the amplifier is constant and is independent of the frequency of the input signal. അതായത് നമുക്ക് ഈ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യേണ്ട ഫ്രീക്വൻസിയാണ് എന്ത്? ബാൻഡ് വിഡ്ത്ത്. ഏതൊക്കെ ഫ്രീക്വൻസിയുടെ ഇടയിൽ കൊണ്ട് വെച്ചാലാണ് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുക അതിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ബാൻഡ് വിഡ്ത്ത് മാക്സിമം ആയിട്ടിരിക്കുന്നതാണ് നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഒരുപാട് അങ്ങ് മാക്സിമം ആക്കാൻ പറ്റില്ല. ഡിപ്പെൻഡിങ് ഓൺ ദ ആംപ്ലിഫയർ നമുക്ക് ഒരു ബാൻഡ് വിഡ്ത്ത് ഉണ്ടായിരിക്കും, അതിൻ്റെ ഡിസൈനും ഒക്കെ അനുസരിച്ചിട്ട്. അപ്പോൾ ഈ ബാൻഡ് വിഡ്ത്തിൻ്റെ ഇടയിൽ മാത്രമേ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡിസൈറബിൾ ആയിട്ടുള്ളൂ. അവിടെയാണ് എന്ത്? ഇൻപുട്ട് ഫ്രീക്വൻസിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് ഗെയിൻ കിട്ടുന്നത്. അപ്പം ഈ ആംപ്ലിഫയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ് ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പം ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്, വർക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ ഈ പാരാമീറ്റേഴ്സൊക്കെ ഡിഫൈൻ ചെയ്യാനും ഇമ്പോർട്ടൻ്റ് ആണ്.